ഒരു KSRTC പെൻഷനറിൻ്റെ കേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പുള്ളി വന്നിട്ടുണ്ട്. വരാൻ പറ. ബാ. ഇരിക്ക്. യബി നിക്ക്. എന്താ പേര്? അഗസ്റ്റിൻ. ഓൾറെഡി കുറേ കേസ് കോടതിയിലുണ്ടല്ലോ. കേസൊക്കെ ഉണ്ട് സാറേ, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പെൻഷന്റെ അവസ്ഥ എന്താ? ഇപ്പൊ 4 മാസമായി കിട്ടിയിട്ട്. കൃത്യമായി എല്ലാ മാസവും 30-ാം തീയതി കിട്ടിക്കൊണ്ടിരുന്നതാ. ഇപ്പോ മാസം മുട്ടുമ്പോൾ ഒരു പേടിയാ സാറേ. 35 വർഷം ജോലി ചെയ്തു, സ്വന്തം പോലെ. ഒരു ചാല് പോലും മുടക്കിയിട്ടില്ല. രാത്രിയും പകലും നന്നായി അധ്വാനിച്ചു. ഇപ്പം പ്രായമായി. അസുഖങ്ങളൊക്കെ തുടങ്ങിയപ്പോ വരുമാനമില്ലാണ്ടായി. ഇതുവരെ 12ഓളം പേര് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയൊന്നും ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. ഇപ്പൊ സർക്കാർ പറയുന്നത് ഞങ്ങളൊക്കെ ഒരു ബാധ്യതയാണെന്ന്. എങ്ങനെയാണ് സാർ നല്ല കാലം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്ത ഞങ്ങള് ഒരു ബാധ്യതയാവുന്നത്? സർക്കാരിനും വീട്ടുകാർക്കൊക്കെ ബാധ്യതയായി എങ്ങനെ ജീവിക്കും സാർ? ടിക്കറ്റിന് 10 പൈസ ഇളപ്പം തുടങ്ങിയതാ. PSC വഴി വേറെ പല ജോലികളും കിട്ടി. പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വേറെ ഒന്നിനും പോയില്ല. വലിയ മണ്ടത്തരമായി പോയെന്ന് ഇപ്പം തോന്നുന്നു. എല്ലാം ഉടൻ ശരിയാവുന്നാണല്ലോ സർക്കാർ പറയുന്നത്. പറച്ചിലൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി സാറേ. കുറച്ച് ആളുകൾക്ക് ഇത് നന്നായി പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവർക്ക് വേറെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഒന്ന് നോക്കണം സാർ. ഇതൊന്ന് പഠിക്കണം. ശരി സാർ. ഞാനൊന്ന് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. രക്ഷിക്കണം സാർ. ഓ, ചേട്ടാ. ആ സാറേ, CM ഗസ്റ്റ് ഹൗസിലുണ്ട്. ആ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ എല്ലാവരും ഉണ്ട്. സാർ വേഗം വന്നാൽ മതി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ശരി സാർ. നിങ്ങളുടെ വിഷയം രാകേഷ് സാർ ഏറ്റെടുത്തിട്ടുണ്ട്. മന്ത്രിസഭയെ തന്നെ താങ്ങി നിർത്തണത് നമ്മുടെ പാർട്ടിയല്ലേ? അല്ല, നിങ്ങളുടെ പാർട്ടിയിൽ രാകേഷ് മാത്രമല്ലേ MLA ആയിട്ടുള്ളൂ? അടുത്ത ഇലക്ഷനിൽ ഒരു MLA കൂടെ വരും. അതാരാ? ഞാൻ തന്നെ. സർ, ബസ് ഓണർ CM ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അകത്തുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരി സാർ, പേടിക്കണ്ട, നമുക്ക് നോക്കാം. അതെ, ആദ്യം പുള്ളി ഒന്ന് സംസാരിക്കട്ടെ. വിളിക്കാം. സാർ, 4-5 മാസമായിട്ട് ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. എത്ര നാളെന്ന് വെച്ചാൽ സാർ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അല്ല രാകേഷേ, ഈ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കാശാക്കുന്നു. ഇതും വിൽക്കാമെന്നേ. പിന്നെ പ്രൈവറ്റൈസ് ചെയ്താല് നമുക്ക് എല്ലാവർക്കും മെച്ചമാണ് സാർ. പിന്നെ ഇവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് എത്രയെന്ന് പറഞ്ഞാൽ മതി, ഇവർ അറേഞ്ച് ചെയ്യും. KSRTC പരമാവധി നഷ്ടത്തിൽ പോകണം, എങ്കിലേ കോടതിയും ജനങ്ങളും വിശ്വസിക്കൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ വെക്കില്ലേ? കോടതി എന്താ പറയുന്നത് നോക്കട്ടെ. നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യാം. എന്നാ പിന്നെ ശരി സാർ. ശരി സാർ. രാകേഷേ, ഈ നക്കാപ്പിച്ച ഫണ്ടിന് വേണ്ടി നമുക്ക് ഈ റിസ്ക് എടുക്കണോ? സാർ, പ്രൈവറ്റൈസ് ചെയ്യുന്നത് വണ്ടി മാത്രമല്ലല്ലോ. പിന്നെ കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ KSRTCക്ക് സ്ഥലമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും. അത് ഈ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ആ സ്ഥലം കൂടി പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് വഴി വരാൻ പോകുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടികൾ. അങ്ങനെയാണെങ്കിൽ എന്നെ ആലോചിക്കാനല്ല CM. നമസ്കാരം. നമസ്കാരം സർ. KSRTC ഓഫീസേഴ്സ് നമ്മുടെ യൂണിയൻകാരുവാ. നിങ്ങൾ ഓഫീസിലോട്ടിരുന്നോ? ഒരു 5 മിനിറ്റ് ഞാൻ പോരാം. വാ, ചെറിയൊരു കോളുണ്ട്. സാബു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ?
നിങ്ങളെല്ലാരും മാക്സിമം ഒന്ന് സഹകരിച്ചേ പറ്റുള്ളൂ. എങ്ങനായാലും KSRTC നഷ്ടത്തിൽ പോയേ പറ്റും. സാറേ, കാര്യം ഒരു കോളുണ്ട്. ഹലോ, ആ MLA രാകേഷാ. ആ ഒന്ന് ചെയ്തു കൊടുത്തേര്, നമ്മുടെ വേണ്ടപ്പെട്ട ആളാ. ആ ശരി. ആരോടു? ഇനി അങ്ങോട്ട് ഈ പെൻഷൻ ഒക്കെ കിട്ടുന്ന കാര്യം വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഈ സമയത്ത് മേടിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ മേടിച്ചെടുക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും അത് ഗുണമാവും. കുറച്ച് ആത്മാർത്ഥക്കാരുണ്ട്, എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല. ഓ, അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നമുക്കത് മാക്സിമം റൂട്ട് വെട്ടിക്കുറച്ചാൽ മതി, നഷ്ടത്തിലായിക്കോളും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. സാബുനെ വിളിച്ചാൽ മതി, സാബു കോർഡിനേറ്റ് ചെയ്തോളൂ. എന്നാ ശരി. ഓ ശരി. ശരി. സന്തോഷം. സാറേ, നമ്മൾ എന്തായാലും മന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രഷർ കൊടുത്തേ പറ്റും. സാബു, ഒരു കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോകുമോ എന്ന് ടെൻഷൻ അടിച്ച് അധികാരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് എൻജോയ് ചെയ്യാം, മാക്സിമം കൈയിട്ട് വരാം. അതുകൊണ്ട് ഈ ടൈമിൽ ഉണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കാം. വീരൻ തന്നെ. ഗുഡ് മോർണിംഗ്. ഓയ് ഓയ് തരാടാ. നീ അല്ല, നീ വായിച്ചോ? വിനു എങ്ങാൻ അതേ തൊട്ട മാസാമാസം കാശ് തരാത്തൊരു പത്രം വായിക്കണ്ട. എനിക്ക് പത്രം വാങ്ങിക്കണേ നിർബന്ധമില്ലടാ. മിടുക്കൻ, നീ ആടാ അഡ്വക്കേറ്റ് ആവാൻ പറ്റിയ ആള്. അത് വലിയ നിർബന്ധമില്ല. എടാ, KSRTC കേസിന്റെ എപ്പോഴും ഒരാളൊരു പാവൂലേ, പേരെന്താ? സെബാസ്റ്റ്യൻ. കറക്റ്റ് ആടാ. അല്ല, ആളോടാ അഗസ്റ്റിൻ. എന്താടാ? നമ്മുടെ സമരം 58 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെയോ മാനേജ്മെന്റിന്റെയോ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ യാതൊരു നീക്കവും കാണുന്നില്ല. അതാണ് സങ്കടകരമായ ഒരവസ്ഥ. നമ്മുടെ സഹോദരങ്ങളായ 12 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ നമ്മുടെ പെൻഷന്റെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കണം. നമ്മുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഒരായുഷ്കാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച് ചോര നീരാക്കി പാടുപെട്ടവരാണ്. മരുന്നിനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും വേണ്ടി മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നമ്മുടെ ഈ പോരാട്ടം. ചേട്ടാ, ഞാൻ കുറെ വിളിച്ചായിരുന്നു. ചേട്ടൻ ഓഫീസിൽ കുറെ വന്നായിരുന്നല്ലേ. ഞാനൊരു കേസിന്റെ കാര്യത്തിൽ തിരക്കിൽ ഓട്ടത്തിലായി പോയി. നമ്മുടെ കേസിനെ ഇപ്പോഴാണെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാ. ചേട്ടാ ചേട്ടാ എന്തു പറ്റി? എനീറ്റ് ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ചേട്ടാ ചേട്ടാ അയ്യോ ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ചേട്ടാ ചേട്ടാ, ആരെങ്കിലും ഒന്ന് വരണേ. ആരൊന്ന് ആംബുലൻസ് വിളിക്കൂ. സൂയിസൈഡ് ആണെന്ന് ഉറപ്പുണ്ടോ? സൂയിസൈഡ് ചെയ്താ? എബി, കഴിഞ്ഞത് കഴിഞ്ഞു, അത് വിട്ടുകള. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കബി. ഈ കേസ് ടേക്കപ്പ് ചെയ്തു എബിക്ക്? പറ്റും. അതിന് ആ ഫാമിലി വില്ലിങ് ആവണം. അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. പെൻഷൻ കൂടി കിട്ടാതായപ്പോൾ
ചികിത്സിച്ചിട്ടുള്ള വീടും പറമ്പും കൂടി കളയണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ലായിരിക്കും. എന്നാലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കോടതി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വേണ്ട സാറേ, ഇങ്ങനെ കൈനീട്ടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇനി ആത്മഹത്യയുടെ പേരും പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത് സാർ. മക്കളൊക്കെ വളർന്നു വരുന്ന പ്രായമാണ്. അച്ഛൻ്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം സാറേ. എബി സർ, നമ്മൾ വാങ്ങുന്ന ഫീസല്ല ഒരു കേസിന്റെ വില. അതിന് ചിലപ്പോൾ ഒരു ജീവന്റെ വിലയുണ്ടാവും. സോറി സർ. ഞാനൊരു പക്ഷേ ഈ കേസ് ഇത്തിരി സീരിയസ് ആക്കി എടുത്തിരുന്നെങ്കിൽ ഇവർ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എല്ലാവരും സ്വന്തം കാര്യം മാത്രമല്ലേ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ. സമയം വൈകിട്ടില്ല. ചിലപ്പോൾ മരിച്ച ശേഷമായിരിക്കും നീതി ലഭിക്കുക. ചേട്ടോയ്, ആ നീ സ്വന്തം പതിയെ ചവിട്ടി പിടിച്ചു വിട്ടാൽ മതി. ആ ആ ആ ആ ആ കിടങ്ങൂരേ കിടങ്ങൂരേ മേവിടാ 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 നേരെ മേവിടാ നേരെ മേവിടാ 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 ചേച്ചി KSRTC പഞ്ചറാട്ടോ. ഇതിലേക്ക് കേറിക്കോ കേറിക്കോ വേഗോട്ടെ കേറിക്കോ. ഇനി അരമണിക്കൂർ പിന്നെ കേറിക്കേ സീറ്റ് ആയിട്ടല്ലോ. ആ ചേട്ടാ പഞ്ചറാ KSRTC നേരെ മണ്ണോടോ. ചേച്ചി വേഗോട്ടെ വേണ്ട 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 പിന്നെ ഇറങ്ങിക്കിട്ടോ. ആനക്കാമ്പാറയിലേക്കുള്ള വണ്ടി തന്നെ ക്യാൻസൽ ചെയ്തേ. ആ റൂട്ടിൽ കളക്ഷൻ വളരെ മോശമാണ്. അതെ, ഇത് ഞങ്ങളുടെ MLA മണ്ഡല. ആളുണ്ടോ ഇല്ലയോന്നൊന്നും താൻ നോക്കണ്ട. തനിക്ക് ശമ്പളം കിട്ടുന്നില്ലേ? വള്ളവും വണ്ടിയൊന്നും ഇല്ലാത്തടത്തേക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ പറയുന്നിടത്തേക്ക് ബസ് ഇട്ടേ. നഷ്ടമൊക്കെ നാട്ടുകാർ സഹിച്ചോളും. ശരിയാക്കി തരാം കേട്ടോ. ഇത് നന്നാക്കാൻ സമ്മതിക്കില്ല. ഈ KSRTCയിൽ വർക്ക് ചെയ്യുന്ന മരിച്ചുപോയ വർഗീസ് എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെ അറിയോ? ഈ തൂങ്ങി മരിച്ച വർഗീസ് സാറിന്റെ വീടാണോ? ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞ റൈറ്റ് സൈഡിൽ ആദ്യത്തെ വീട്. ആ ശരി, നേരെയാണ്. യെസ് കൗൺസിലർ. ഈ ഹർജി എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്നോ, എങ്ങനെയാണ് വാദിക്കേണ്ടതെന്നോ, എങ്ങനെയാണ് വിജയിപ്പിക്കേണ്ടതെന്നോ എനിക്കറിയില്ല.
യുവർ ഓണർ, പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ അഗസ്റ്റിൻ ഉൾപ്പെടെ 13 പേരാണ് ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തൻ്റെയും കുടുംബത്തിൻ്റെയും ചെലവിനായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ഒരു ബാധ്യതയായി ജീവിക്കണമെന്ന് തോന്നിപ്പോകും. കൗൺസിലർ പറയുന്നത് കോടതിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് ഒരു സൊല്യൂഷൻ? എത്ര പഠനങ്ങൾ നടന്നു, എത്ര നിർദ്ദേശങ്ങൾ വന്നു. പക്ഷേ എല്ലാം ഒറ്റയടിക്ക് ശരിയാക്കാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ, ചില രാഷ്ട്രീയ ഇടപെടൽ, കെടുകാര്യസ്ഥത, ഇതിൻ്റെ എല്ലാം വിശദമായ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് കോടതി ഒന്ന് ആലോചിക്കട്ടെ. കേസ് അടുത്ത മാസം 20-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. യുവർ ഓണർ, ഒരു അമ്മ 10 മാസം ചുമന്ന് പ്രസവിച്ചു വളർത്തി വലുതാക്കിയ ഒരു മകൻ 30 വർഷത്തെങ്കിലും ആത്മബന്ധം കാണും അവർ തമ്മിൽ. ഇത്രയും വർഷത്തെ ബന്ധമുള്ള അമ്മയും മകനും തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ അവർ ആദ്യം ഓടിയെത്തുന്നത് കോടതിയിലേക്കാണ്. കാരണം കോടതി എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് യുവർ ഓണർ. ശരിയാണ്. പക്ഷെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശക്തമായി ഇടപെടണം. കോടതി ഇടപെടുന്നുണ്ടല്ലോ. ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ? യെസ്. അതിന് KSRTC ലാഭത്തിലാകണം. അതെങ്ങനെ? അതിന് വേണ്ട ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ KSRTCയുടെ പ്രതിദിന കളക്ഷൻ ഏകദേശം 6 കോടി രൂപയാണ്. അത് 9 കോടി രൂപയായി ഉയർത്തിയാൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊരു പ്രതീക്ഷയാവും. ഈ PIL നിങ്ങളല്ലേ സബ്മിറ്റ് ചെയ്തത്? യെസ് യുവർ ഓണർ, ഞങ്ങളാണ്. സർക്കാർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കാട്ടിലെ തടി തേവരുടെ ആന. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും സാധാരണക്കാർക്ക് പോലും അറിവുള്ളതാണ്. ശരി, പക്ഷെ ഇതൊക്കെ ആര് ഇംപ്ലിമെൻ്റ് ചെയ്യും? ഒരധികാരം തന്നാൽ നിങ്ങൾ ചെയ്യുമോ? വെറുതെ ഓരോന്ന് പറയാൻ എളുപ്പമാണ്. പറ്റും. സൈലൻസ്. വെറുതെ ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് എടുത്തിയാടരുത്. ഇത് കോടതിയാണ്. ജനങ്ങളുടെ സ്വത്താണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ പറയുന്നത് പോലെ വരുമാനം 9 കോടിയിലെത്തിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമോ? പറ്റും. ഇവരെങ്ങനെ? ഉചിതമായ തീരുമാനം കോടതിക്ക് എടുക്കാം. എന്തായാലും ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. ഇതിനൊക്കെ നിയമപ്രശ്നങ്ങളില്ലേ? നിയമപ്രശ്നങ്ങൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. അവർക്ക് തീരുമാനിക്കാം. അവരുടെ തീരുമാനം എതിരാണെങ്കിൽ അപ്പോഴെന്ത് ചെയ്യണമെന്ന് കോടതി തീരുമാനിക്കും. കോടതിക്ക് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് വാറ് കൂട്ടിച്ചതാ. പിന്നെയാണിത്. യുവർ ഓണർ, എന്തുകൊണ്ട് ഇവരെ തന്നെ? ഇവർ നൽകിയ പഠന റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയത് കൊണ്ട്, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വോട്ടിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ലാന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്, എബോവ് ആൾ ഇവർ സാധാരണക്കാരാണ്. ദേ റെപ്രസെന്റ്സ് ദ പബ്ലിക്. ഓൾ ദ ബെസ്റ്റ്. ഈ കോടതി വിധിയാണ് സാറേ ശരിക്കുള്ള ബമ്പർ. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഈ കോടതി വിധിയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? കോടതി വിധി കൊള്ളാം, പക്ഷേ ഈ 3 ചെറുപ്പക്കാർക്ക് സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. എന്നെ പോലെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയാചാര്യന് തീർച്ചയായും KSRTC ലാഭകരമാക്കി കഴിഞ്ഞേക്കും. പക്ഷേ ഉപദേശം വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വരണം, ഞാൻ അങ്ങോട്ട് പോകില്ല. അപ്പൊ ശരി, കാണാം. എന്തൊരു നല്ലതാണോ. ഞാൻ എന്ത് പറയാനാ, ആര് വന്നാലും കണക്ക്. വളരെ നല്ല വിധിയാണ്. നമ്മളെ പോലുള്ള ചെറുപ്പക്കാർ വരണം, എന്നാലേ നാട് നന്നാവത്തുള്ളൂ. തീർച്ചയായിട്ടും നല്ല അഭിപ്രായം. അതായത് ഈ കൊടികളുടെ നിറം നോക്കാതെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഈ കോടതി വിധിയെ
ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യാണ്. എന്തായാലും 3 പേർക്ക് എൻ്റെ ഓൾ ദ ബെസ്റ്റ്. വിധി എന്ന് വെച്ചാൽ കളക്ഷൻ കൂടിയോണ്ട് KSRTC രക്ഷപ്പെടണമെന്നൊന്നുമില്ല. എങ്കിലും ഇതൊരു ശുഭപ്രതീക്ഷയാണ്. എന്നാലും ഞങ്ങൾ ചെയ്യാനുള്ള ജോലി നമ്മൾ തന്നെ ചെയ്യണമല്ലോ. 6 മാസം കൊണ്ടായി ഇത് എന്ത് എന്താവുന്നായി പറയുന്നേ? ഇവിടെ ഈ പന്തലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അഗസ്റ്റിൻ. വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദിവസേന 9 കോടിയിലേക്ക് എത്തിയാൽ ഒരു ചെറിയ പ്രതീക്ഷ ലഭിക്കും. ആ 3 പേരിലാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ മുഴുവൻ. എന്താ കോടതി സംഭവിച്ചത്? എനിക്കറിയില്ല. ആ ജഡ്ജി എന്തൊക്കെയോ ചോദിച്ചു. ഇവനാണെങ്കിൽ വായി തോന്നിയ എന്തൊക്കെയോ വിളിച്ച് പറയുകയും ചെയ്തു. നാളെ ഇപ്പം എങ്ങോട്ടാ പോകേണ്ടത്? കോടതിയിലേക്കാണോ അതോ KSRTC സ്റ്റാൻഡിലേക്കാണോ? എനിക്കറിയില്ല. എടാ എബി, ഇത് നമുക്ക് പറ്റിയ പണിയല്ല. കംപ്ലീറ്റ് രാഷ്ട്രീയ കളികളാ. വെറുതെ ആവശ്യമില്ലാത്തൊരു പൊല്ലാപ്പെടുത്ത് തലയെ കയറ്റാൻ. എടാ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. വിട്ടേക്ക്. സാറേ, സാറൊന്നു പറ, ഇത് ശരിയാവൂല. ശരിയാവൂല. ആ, എന്നാ പറ്റൂലെന്ന് എഴുതി കൊടുത്തിട്ട് വല്ല US-ലോ യൂറോപ്പിലോ വയ്ക്കോ. എന്നിട്ട് നാട്ടിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുത്ത്. നിന്റെ നാട് നന്നാവണമെങ്കിൽ നീ മുന്നിട്ടിറങ്ങണം. സർ, മുന്നോട്ടുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടായാൽ നേരിടണം. ഒരു കാര്യം ഉറപ്പാ, ഒരാള് മുണ്ട് മടക്കി കുത്തി ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയ അതിൽ സത്യം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാ. അനുകൂലമാവാൻ സാധ്യത കുറവാ. അങ്ങനെയാണേൽ അപ്പം നോക്കാം. സുപ്രധാനമായ മുന്നണി യോഗത്തിലേക്ക് ഗതാഗത മന്ത്രി ഇതാ എത്തിച്ചേരുകയാണ്. നമ്മുടെ പ്രതിനിധി ദിയ തത്സമയം ചേരുന്നു. സർക്കാരിന്റെ തീരുമാനം അതെന്തു തന്നെയായാലും ഈ യോഗത്തിന് ശേഷം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഗതാഗത മന്ത്രി നമ്മോടൊപ്പം ചേരുന്നു. കോടതി വിധിയെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? എന്ത് വേണേ പറയാം. സാർ, കോടതി വിധിയെ കുറിച്ച് ഈ മച്ചിപ്പശുവിനെ എത്ര തൊടുത്ത് മാറ്റി കിട്ടിയാലും പറഞ്ഞ മനസ്സിലായോ പത്രക്കാരി? ലൈവ് കണ്ടോണ്ടിരിക്കുക. നീ ന്യൂസ് അറിയുമ്പോഴേ വിളിക്കും. എന്താടാ? അതെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്റെ പുറകെ പോകാൻ നിൽക്കരുതേ. വിട്ടേക്ക്, നോക്കാം. മലയാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ ശ്രീ രാഗേഷ് ജോസഫ് മുന്നണി യോഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശരി. ഞാൻ ഒറ്റയ്ക്കല്ലോ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളെ ഫ്രണ്ട് എത്തി. അതാ ഇപ്പം എത്തും. ഇന്ന് സാറ് വെള്ളം ആരാടുവന്മാര് അറിയില്ല. പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടേതായ രീതി നന്നായിട്ടൊന്ന് അന്വേഷിക്കാൻ പറ. SI നമ്മുടെ ആളാ. സാർ പോയിക്കോട്ടെ. ഇതൊന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറയാം. വാലുറക്കാൻ പോവാ, പത്രക്കാര് കാണും. ഒന്നടങ്ങി ഒതുങ്ങിയിരിക്കട്ടോ. എവിടെ ഈ തള്ളി കയറി വരുന്നത്? നമസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ നിങ്ങൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഈ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ പോകുന്നത് ഒന്ന് പറയടോ. അതെ, സാറിന്റെ പല്ലെടുത്തിരിക്കണം, അധികം മിണ്ടാൻ പറ്റത്തില്ല. അല്ലേലും ഇവിടെ ഒന്നും മിണ്ടാനുള്ളത്. വക്കീലേ, നാളെ തന്നെ നടക്കില്ലെന്നുള്ള കാര്യം കോടതിനെ അറിയിച്ചാണ് കേട്ടോക്കില്ലേ. നല്ല പോലെ പൈസ മുടക്കി കണ്ടവന്റെ കയ്യും കാലും പിടിച്ച് 10-30 ദിവസം പേരും കൊണ്ടിട്ടാ ഞാൻ ഇവിടെ ഞെളിഞ്ഞു വന്നിരിക്കുന്നത്, അറിയാവോ? അല്ലാതെ ആരെങ്കിലും തൂങ്ങിച്ചെത്തുന്നു കരുതി അതിന് പരിഹാരമായിട്ടേ വല്ലവനെയും കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് ഇവിടെ ഇരുത്താൻ ഞാൻ സമ്മതിക്കല. അത്രേ ഉള്ളൂ. അതെ അതെ, ഇതൊക്കെ മുളയിലെന്നുള്ളല്ലോ സാറേ. അല്ലെ വഴിയെ പോകുന്നവനൊക്കെ നാളെ കൊടിവെച്ച കാലിൽ പറക്കും. വക്കീലെ, എല്ലാ കാര്യത്തിനും തീരുമാനമായി. അപ്പൊ നാളെ തന്നെ കോടതിയിൽ ഈ പരിപാടി നടക്കില്ലെന്നുള്ള കാര്യം അറിയിച്ചാലേ. വീട് മുന്നണി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ആ തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അറിയാൻ കഴിയും. ആ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. ഗതാഗത മന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാവുക, അതോ കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താ സാർ?
ഏയ് ഒന്നുമില്ല, നിങ്ങളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ, അപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു. സാറേ പിന്നു നിന്നെ പറ്റിയൊക്കെ നന്നായിട്ട് അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഐഡിയ എടുത്തോ. നിമിഷ സാർ എന്റെ പേഴ്സണൽ കാര്യം എന്റെ പേഴ്സണൽ കാര്യമാണെന്നത് എന്റെ ഫോൺ ഇതൊന്നും സാർ ഇടേണ്ട ആവശ്യമില്ല. എന്താ കാര്യം നിങ്ങൾ എന്തീ കാണിക്കുന്നേ? അതേടാ, പേഴ്സണൽ കാര്യം മാത്രം നോക്കിയാ മതി, വല്ലാണ്ടങ്ങ് തിളക്കല്ലേ. നീയൊക്കെ സാധാരണക്കാരനാ, അപ്പൊ സാധാരണക്കാരന്റെ പണി മാത്രം ചെയ്താൽ മതി. മര്യാദയ്ക്കുള്ള ജോലിക്ക് പോവുക, കുടുംബം നോക്കുക, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, കേട്ടോ? യാതൊരു രാഷ്ട്രീയ പിന്തുണയുമില്ല 3 ചെറുപ്പക്കാർ എബി മാത്യു, ബിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ ക്യാബിനറ്റ് പദവികളോടുകൂടി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തലപ്പത്തേക്ക്. ഇനി മുതൽ ഇവർ സാധാരണക്കാരന്റെ ശബ്ദമായി സർക്കാരിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളിലേക്ക്. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ കോടതിയുടെ ശുപാർശ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. സാർ ഇത് ക്യാബിനറ്റ് കൂട്ടായ തീരുമാനമാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ചില എതിർപ്പുകൾ ഉണ്ടാകുമല്ലോ. സർക്കാർ ഈ 3 പേരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ദിവസേന 9 കോടിയിലേക്ക് എത്തിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. നന്ദി, നമസ്കാരം. സുപ്രധാനമായ ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീകാന്ത് പണിക്കരുടെ ജൂനിയേഴ്സായ എബി മാത്യു, ബിനു ജനാർദ്ദനൻ, പോൾ വർഗീസ് എന്നിവരെ സ്പെഷ്യൽ പോസ്റ്റ് നൽകി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ചുമതലക്കാരായി നിയമിച്ചിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശം അതേപടി മുന്നണി യോഗം അംഗീകരിക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും ഇവരുടെ ചുമതലകൾ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ക്യാബിനറ്റ് പദവിയോടുകൂടിയായിരിക്കും ഇവർ തലസ്ഥാനത്തേക്ക് എത്തുക. ഈ മന്ത്രിയായ സമയം കൊണ്ട് വല്ല ജഡ്ജി ആകായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാറുണ്ടല്ലോ. സാറി വായാലും പഞ്ഞം കുത്തി കയറ്റി വെച്ചോണ്ടിരിക്കാതെ വാ തുറന്ന കാര്യം പറ. ഒന്ന് അടങ്ങടോ. തനിക്കെങ്ങനെ പറയാം? എന്റെ സീറ്റാ പോകുന്നത്. എടോ, ആരുടെ സീറ്റും പോകുന്നില്ല. 5-6 മാസം കൈയിട്ട് വരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഫെസിലിറ്റി എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ. സാറിന്റെ ഒറ്റൊരാളുടെ പിടിവാശി കൊണ്ട് അവന്മാർക്ക് ഇത് അനുവദിച്ചു കൊടുത്തേ. അവസാനം നമുക്കിത് പറയാവോ സാറേ? രാകേഷേ, നമ്മുടെ വഴിയിൽ ഒരു കല്ല് വന്ന് വീണ അത് നമ്മുടെ വഴിയിൽ ഒരു തടസ്സമായിട്ട് കരുതാം. അല്ലെങ്കിൽ ആ കല്ലിൽ ചവിട്ടി കൂടുതൽ ഉയരത്തിലെത്താനുള്ള ചവിട്ടുപടിയാക്കി മാറ്റാം. സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടാനും KSRTC നിർത്താനും പറ്റിയ ഒരു ചവിട്ടുപടിയായി നമുക്കിതിനെ മാറ്റണം. എന്റെ സാറേ, സാറൊന്ന് മനസ്സിലാകുന്ന ഭാഷ പറ, അല്ലാതെ ചുമ്മാ ഒരുമാതിരി. എടോ, ഇപ്പോൾ നമ്മൾ സ്റ്റേക്കും അപ്പീലിനും പോയാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ കേസ് നീണ്ടുപോകും. ഇപ്പോഴെങ്ങും അത് തീരെയില്ല. അത് ശരിയാ. അതേസമയം നമ്മൾ ഇപ്പോൾ അവരെ ഇത് ചെയ്യാൻ അനുവദിച്ച 6 മാസം കൊണ്ട് കാര്യം എളുപ്പമാകും. 6 മാസം നടത്തി നഷ്ടത്തിലാകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് ജനം വിശ്വസിക്കും. കോടതി വിധിയും നമുക്ക് അനുകൂലമാവും. KSRTC നിന്നും കിട്ടും. അത് നിർത്തിയതിന്റെ ചീത്തപ്പേര് നമുക്കൊട്ടും ഉണ്ടാവത്തൂല. വെറുതെ അല്ല CM ആയത്. അല്ല സാറേ, ഇനി അമ്മരെങ്ങനെ ലാഭത്തിലാക്കിയാലോ? ഗതാഗത വകുപ്പ് മന്ത്രി പറയട്ടെ. അല്ല, അതിപ്പം നന്നായി നോക്കി നടത്താലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? എടോ, അധികാരവും പണവും നിയമവും ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ ഈ പുതിയ പിള്ളേർ വന്ന് ഇത് ലാഭത്തിലാക്കിയാൽ പിന്നെ നമ്മളൊക്കെ ഈ പണിയങ്ങ് നിർത്തുന്നതാണ് നല്ലത്. അവരെ കൊണ്ടാവുന്ന പോലെ അവർ ചെയ്യട്ടെ, നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്കും ചെയ്യാം. വരട്ടെ, നോക്കാം.
മൊത്തം ജീവനക്കാരെ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. ഞെട്ടിക്കണം അല്ലേ സർക്കാരിനെ? എല്ലാ ജീവനക്കാരെയും മോട്ടിവേറ്റ് ചെയ്ത് അത്രയും പെട്ടെന്ന്. മോട്ടിവേറ്റ് ചെയ്യാൻ ആരെയും കാണുന്നില്ലല്ലോ. സ്റ്റാഫൊന്നും ഇല്ലേ? ആരും വന്നില്ലേ? ചാച്ചാജി തട്ടി വിളിച്ച് ചാച്ചാജിയോട് ചോദിക്കാം. ഹലോ, ആരാ? ജോലിക്ക് കോടതി വിധി. ഓ, ഞാൻ കേൾപ്പിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ പേയാണ്. പെട്ടെന്നായതുകൊണ്ട് ഒരുക്കങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. സാരമില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി എന്തോ ഞാനിവിടെ കരുതി വെച്ചിരുന്നല്ലോ. ഇത് ആ അത് തന്നെ വെച്ചോ വെച്ചോ, നിങ്ങൾക്കുള്ളതാ. വെച്ച ആരും വന്നില്ലേ? അല്ല, വരാൻ സമയമായില്ല. മണി 10 അത് ശരിയാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും യൂണിയൻകാരും ഈ പിടിപാടുള്ളവരൊക്കെയാണേ. ക്യാബിലേക്ക് ഇരിക്കാം. വാ, നിങ്ങൾ എന്തിനാ ഏറ്റത്? ഇത് നടക്കാവുന്ന വല്ല കാര്യമാണോ? പറഞ്ഞിട്ടെന്ത് കാര്യം? അല്ല, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഉണ്ടല്ലോ. ഒരു 6 മാസം തട്ടിയും മുട്ടിയും എങ്ങനെയൊക്കെ തീർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുതിയ അപ്പോയിൻമെന്റ്, അതാണ് ഇത്ര ആത്മാർത്ഥത. വരുന്നിരുന്നു ഒക്കെ നമ്മുടെ ആൾക്കാരാ. ശരി സാർ. ഒരു 11:30 ആകുമ്പോഴേക്കും DTOയും നേതാക്കന്മാരും യൂണിയൻകാരൊക്കെ വരും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ ഉണ്ടാവും. ശരി, കേറിക്കോ. എന്ത് കാര്യം അനുഭവിക്കും. ഞാൻ ഇതുവരെ വിചാരിച്ച സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്നാലേ വെറുപ്പിക്കലുള്ളൂ. ഇതിപ്പോ ജോലി ചെയ്യാൻ ചെന്നാലും നെഗറ്റീവ് ആണല്ലോ. ഒരു 11 ആകുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാർ വരില്ലേ? നല്ലൊരു ടീം സെറ്റാക്കാം. ബാ. ഡീസൽ എക്സ്പെൻസിന്റെ ഫയലാണ്. ഈ പേപ്പേഴ്സിലെ കണക്കൊന്നും അങ്ങോട്ടൊരു എടാ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. കറക്റ്റ് ആണെങ്കിൽ ഇതിപ്പോ ഈ അവസ്ഥ വരുമോ? സാർമാരെ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, DTOമാരും യൂണിയൻകാരൊക്കെ വന്നിട്ടുണ്ടേ. അവരെന്തൊക്കെ പറയായിരിക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വാ വാ, ഞാനുണ്ടല്ലോ. പോയിട്ട് വാ. തീരുമാനം ആയിക്കോളും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരെയും വഴിയെ പരിചയപ്പെട്ടോളാം. ഇതൊരു റിലേ പോലെയാണ്. ബാറ്റൺ നമ്മുടെ കയ്യിലാണ്. നല്ലോണം ഓടിയാലേ മുമ്പിൽ ഓടുന്നവരും പിന്നിൽ ഓടിയവരും വിജയിക്കും. ഒരു ദിവസം 9 കോടിയാണ് ടാർഗറ്റ്. നമുക്ക് അച്ചീവ് ചെയ്തേ പറ്റൂ. അത്ര പെട്ടെന്നൊന്നും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ സാറേ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എത്രയും പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്താൽ അത്രയും നല്ലത്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. എഴുതി ഒപ്പിട്ട് തരാം. ഇത് നടക്കുകയില്ല. നടക്കില്ല, പറ്റില്ല, ഇപ്പൊ സാധിക്കില്ല. ആ പേപ്പറില്ല, ഈ പേപ്പറില്ല, നാളെ വാ, മറ്റന്ന വാ, അടുത്ത ആഴ്ച വാ. ഇതൊക്കെ സ്ഥിരം സർക്കാർ ഓഫീസിലെ ഡയലോഗുകളല്ലേ? ഇതൊക്കെ പറഞ്ഞാണ് ഈ പ്രസ്ഥാനവും ഈ നാടും ഈ അവസ്ഥയിലെത്തിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം നിന്നാ മതി. പണിയെടുക്കാത്ത ഒരൊറ്റ എണ്ണത്തിനോട് വെച്ചുറപ്പിക്കില്ല. മനസ്സിലായോ സാറേ? സാറേ, പണിയെടുക്കാത്ത ചില തൊഴിലാളികളെയും നേതാക്കളെയും പിന്നെ ഇവരെ പോലെയുള്ളവരെയും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവർ കോർപ്പറേഷന് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാ. ഒന്ന് പോണം. ഹേ സാർ, ഞങ്ങളുടെ കൂടെ നിൽക്കാവോ? എങ്കിൽ ഈ ടാർഗറ്റ് പുല്ല് പോലെ നമുക്ക് അച്ചീവ് ചെയ്യാം. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് ശ്രീധരൻ. കളിയും കളിയുടെ നിയമങ്ങളും മാറിയ സ്ഥിതിക്ക് ഇനി നല്ല കളിക്കാരെ മാത്രം മതി. കാണാം കേട്ടോ സാറേ. നിന്റെയൊക്കെ ഓഫീസിൽ കയറി നാട്ടുകാർ പഞ്ഞിക്കിട്ടില്ലെങ്കിൽ കാണാം. ഓ ശ്രീധര, മാറോ. റെക്കോർഡ് വരുമാനവുമായി KSRTC മുന്നേറുന്നു. KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വരുമാനമാണ് ഇതെന്ന് അധികൃതർ അറിയിച്ചു. ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനമാണ് വിജയം കൈവരിക്കാൻ സഹായിച്ചതെന്ന് ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള എബി മാത്യു ഗ്ലോബൽ വിഷനെ അറിയിച്ചു. റെക്കോർഡ് കളക്ഷനുമായി KSRTC കുതിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി KSRTC ലാഭത്തിലേക്ക്. അവര് കൊള്ളാലോ. ചായ കൊണ്ടുപോടോ. കൊണ്ടുപോടോ.
എന്തു പാടോ ഇത്? മലയാള ഭൂമി പത്രം അല്ലേ? ആണല്ലോ. ബ്ലാക്ക് ആൻഡ് സുരക്ഷയുള്ള മന്ത്രി അറ്റാക്ക് വന്ന് മരിച്ച പോലെ. സീമ എന്തൊക്കെയാ പറഞ്ഞത്? മുന്നിൽ ഒരു കല്ല് വന്ന് വീഴും, അതായത് മറിഞ്ഞു കെട്ടി ആരോ മറിഞ്ഞ് തലയും കുത്തി മറിഞ്ഞു വീഴും എന്നൊക്കെ. അവർ അച്ചീവ് ചെയ്യില്ല. ആദ്യം തന്നെ സി എം ഈ ഭൂമിയിലോട്ടൊന്ന് ഇറങ്ങി വാ, എന്നിട്ട് കണ്ണു തുറന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് കാണാം. ഈ അണികളോട് ഇങ്ങനെ തള്ളും പോലെ ഞങ്ങളോട് ഇങ്ങനെ തള്ളാതെ. നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. 9 കോടി കളക്ട് ചെയ്യണം. അമാരെന്തായാലും അച്ചീവ് ചെയ്യും. ആ ബസ് ഓണേഴ്സിൻ്റെ നിന്ന് മേടിച്ച കാശ് എങ്ങനെ കൊടുക്കുമെന്ന എന്തായാലും ഇത് ഒരുമാതിരി ഐഡിയ ആയിപ്പോയി സാറേ. ഇനി ഇത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരൈഡിയ ഉണ്ട്. എന്താ എന്താ ഐഡിയ? ഉണ്ട്. ഭാവി MLA ഇച്ചിരി നീങ്ങിയെന്ന്. എന്താ സാറേ, ടാർജറ്റ് അച്ചീവ് ചെയ്യാതിരിക്കാൻ എൻ്റെ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. എങ്ങനെയുണ്ടല്ലേ ഐഡിയ? എന്തെങ്കിലും പറ്റിയോളൂ? കേരളത്തിൽ നാളെ ഹർത്താൽ. മലയാളി കോൺഗ്രസ് യൂത്ത് പ്രസിഡന്റ് സാബു വട്ടപ്പാറയെ കൊലപ്പെടുത്താൻ അജ്ഞാതർ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഭരണമുന്നണി നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഡൈബി, ഒരു പ്രശ്നമുണ്ട്. എന്താ? നാളെ ഹർത്താലാണ്. ഹർത്താലാ? ആ, ഇനി എങ്ങനെ വണ്ടികൾ ഇറക്കും, എങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും എനിക്കറിയില്ല. എടാ, വണ്ടി ഇറക്കാത്ത ജനങ്ങൾ ഇറങ്ങൂലല്ലോ. ഇതിപ്പോ എന്തിന്റെ പേരെ കൊണ്ട് വെച്ചാൽ ഹർത്താലാ? ഈ മലയാളി കോൺഗ്രസിന്റെ യൂത്ത് പ്രസിഡന്റിനെ ആരോ ആക്രമിച്ചെന്ന്. എല്ലാ തവണത്തെ പോലെ പാലും പത്രം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് KSRTC ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഇതൊന്നുമല്ല, അവന്മാരെ നമുക്കിട്ട് വെച്ചങ്ങനെ പണിയാണ്. ഓരോരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ പുതിയ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്താ ശ്രീരേട്ടാ? സാറിനൊന്ന് വിളിക്കട്ടെ. സാർ, ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ടാർജറ്റ് അച്ചീവ് ചെയ്യാതിരിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. നാളെ ഇപ്പോ ഹർത്താലായതുകൊണ്ട് കോടതി എന്തെങ്കിലും ഒരു ഇളവ് കിട്ടും നമുക്ക്? നിലവിലുള്ള കേരളത്തിലെ സാഹചര്യത്തിൽ KSRTC ഓടിച്ച് ടാർജറ്റ് അച്ചീവ് ചെയ്യാനല്ലേ കോടതി നിർദ്ദേശിച്ചത്? അപ്പൊ ടാർജറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ കോടതിയിൽ പ്രയോജനമുള്ളൂ. മറിച്ചായാൽ കാര്യങ്ങൾ അവർക്ക് എളുപ്പമാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? മോനെ എബി, നീ വായിച്ചിട്ടില്ലേ? ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ വിജയം. നീ ധൈര്യമായിരിക്കടാ. ഓക്കെ സാർ. സാറെന്താ പറഞ്ഞേ? സാറെന്താ പറഞ്ഞെന്ന്? എല്ലാം ശരിയാവൂടാ. സാർ, നമ്മൾ ടെൻഷൻ അടിക്കണ്ട. സാധാരണ പണിമുടക്കും ഹർത്താലും ഒക്കെ നടക്കുമ്പോൾ KSRTCക്ക് നല്ല വരുമാനം ഉണ്ടാകാറുണ്ട്. അതെങ്ങനെയാ സാറേ? മറ്റു വാഹനങ്ങളൊന്നും ഓടുന്നില്ലല്ലോ സാറേ. അപ്പൊ റിസ്ക് എടുത്ത് അധികം വണ്ടി റോട്ടിൽ ഇറക്കിയ നമുക്ക് നമ്മുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യാം. എന്തേ? അല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവന്മാരുണ്ട് ഹർത്താലിടാൻ. അവന്മാരുന്ന മണ്ടന്മാരാണോ? ഇതൊക്കെ നടത്തി അവർക്ക് പരിചയം വേണ്ടേ? നാളെ പ്രൈവറ്റ് ബസ് ഇറങ്ങുന്ന റൂട്ടിലും നമ്മുടെ വണ്ടിയിൽ ഇറങ്ങും. നമ്മൾ നാളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. പക്ഷെ ജനം ഇറങ്ങണം. എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. നമസ്കാരം. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ലൈവ് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളോടൊരു നന്ദി പറയാൻ വേണ്ടിയാണ്. കാര്യം ഒരു 6 മാസമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും KSRTC എംപ്ലോയീസ് എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്ന് തന്ന സപ്പോർട്ട് ചെറുതല്ല.
നാളെ ഒറ്റൊരു ദിവസം നമുക്കുള്ളത്. 9 കോടി രൂപ നമുക്ക് കളക്ട് ചെയ്യണം. നമ്മളും KSRTCയിലെ എൻറ്റയർ എംപ്ലോയീസും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സെർവ് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും പുറത്തിറങ്ങി നാളെ ഒരു സാധാരണ ദിവസമാക്കി മാറ്റിയാൽ മാത്രമേ ഇത് വിജയിക്കൂ. അല്ലേ പറയാനുള്ളത്? എല്ലാ KSRTC വാഹനങ്ങളും നാളെ ഇറങ്ങും. പക്ഷെ എത്ര വണ്ടികൾ ഇറങ്ങിയാലും നിങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്റ്റാഫും എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും നിങ്ങൾ പുറത്തിറങ്ങിയാലേ വിജയിക്കുള്ളൂ, നമ്മൾ ജയിക്കുള്ളൂ. കാര്യം ഇതൊരു തുടക്കമാവണം. നാളെ ഒരു ഹർത്താൽ ദിവസമാണ്, ഇറങ്ങാതെ വീട്ടിലിരിക്കാം. നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ഈ ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ചാൽ, നമ്മൾ നാളെ പുറത്തിറങ്ങിയാൽ ഈ പ്രസ്ഥാനം നിലനിൽക്കും, നമ്മൾ വിജയിക്കും. ഈ പ്രസ്ഥാനം നിലനിന്നാൽ ഇത് പല പല കാര്യങ്ങൾക്കൊരു തുടക്കമായി മാറും. സേവ് KSRTC. നിങ്ങൾ നാളെ പുറത്തിറങ്ങണം. താങ്ക് യു സോ മച്ച്. കേരളം നിശ്ചലമാവുന്നു. മറ്റൊരു ഹർത്താൽ കൂടി കേരളം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മലയാളി കോൺഗ്രസ് നേതാവ് സാബു വട്ടപ്പാറയെ ആക്രമിച്ചത് പ്രതിഷേധിച്ച് ഭരണമുന്നണി നടത്തുന്ന ഹർത്താൽ പൂർണ്ണ വിജയം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്താണ്. നിരത്തുകളിൽ ആളുകൾ വളരെ കുറവാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. സമയം ഇപ്പോൾ 8 മണി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലാണ്. ഇവിടെ ഒരു വാഹനങ്ങളും നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തായാലും KSRTCയെ സംബന്ധിച്ച് 9 കോടി എന്ന നിർണായക ടാർഗറ്റ് സ്വന്തമാക്കാൻ സാധിക്കുമോ ഇല്ലെന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. വർത്താനൊന്നും പറയണ്ട. എങ്ങോട്ടാണ് വണ്ടി ഒതുക്കിടാ? ഒതുക്കടാ വണ്ടി. വണ്ടി ഒതുക്കം അങ്ങോട്ട്. വണ്ടി ഓഫ് ആക്കടാ. ഞങ്ങൾ വെട്ടാനോ കുത്താനോ ഒന്നിനുമില്ല ഭൈ. ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആളുകൾ പുറത്തിറങ്ങി വന്ന് ഹർത്താലിനെതിരെ ശക്തമായി പ്രതികരിക്കും. പറ്റില്ല. അല്ലെങ്കിൽ സാർ റിട്ടേൺ തരൂ. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. സോറി സാർ. ഹർത്താൽ എങ്ങനെയും വിജയിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് സാർ. ആരുടെ നിർദ്ദേശം? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കലാണ് നമ്മുടെ ജോലി. മനസ്സിലായോ? ഹർത്താലല്ലേ, ജനങ്ങൾ ഇറങ്ങുന്നു തോന്നില്ല. ഇറങ്ങും. കഴിഞ്ഞ പ്രളയകാലത്തും ഞാനിവിടെ ഉണ്ട്. അന്ന് ക്യാമ്പ് താമസിച്ചവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ഓടി നടന്നൊരു ജനക്കൂട്ടം ഇവിടെ ഉണ്ട്. അവരെ തോൽപ്പിക്കാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല.